ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹൈറിച്ചിൻ്റെ ഇന്ന് നടക്കാൻ പോകുന്ന GST കേസിനെ കുറിച്ചാണ് ഈ വീഡിയോ. നമുക്കറിയാം GST ആണ് ഈ ഒരു തട്ടിപ്പ് രണ്ടാമത്. ആദ്യം ഒരുപാട് FIRകളൊക്കെ എടുത്തിരുന്നെങ്കിലും അതൊന്നും ഒതുക്കി തീർക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. എന്നാൽ GSTയുടെ അറസ്റ്റാണ് ഈ ഒരു തട്ടിപ്പിൽ ട്വിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. GSTയുടെ അറസ്റ്റാണ്. GSTക്കാര് കഴിഞ്ഞ 2023 മെയ് മാസം മുതൽ ഇവരെ ഒന്ന് പിടിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഇവരുടെ കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇവരുടെ ഓഫീസിലേക്ക് ഇവർ കൊടുക്കാതെ വന്നപ്പോൾ ഇവരുടെ ഓഫീസ് റെയ്ഡ് ചെയ്യുകയും ഇവരുടെ ആകെ മൊത്തം ടോട്ടൽ ട്രാൻസാക്ഷൻ്റെ കണക്ക് വെറും അരമണിക്കൂർ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുകയും ബാമോനെ 125 കോടി GST വെട്ടിച്ചിട്ടുണ്ട്, അടക്കൂ എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ അതിൽ 51 കോടി മാത്രമാണ് അടച്ചിരിക്കുന്നത്. 75 കോടി ഇനിയും ബാക്കിയുണ്ട്. 125, 126 അങ്ങനെ ആണ് കാര്യങ്ങൾ. അപ്പോൾ പക്ഷേങ്കിൽ ചില നടപടിക്രമങ്ങളിലെ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതാപനെ ജാമ്യം ലഭിക്കുന്ന അവസ്ഥയുണ്ടായി. ഇത് ചില നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യത്തിൽ കൊടുക്കുന്നു. പക്ഷേങ്കിൽ നിങ്ങൾക്ക് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള കൃത്യമായ നിർദ്ദേശം ആ കോടതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണവുമായിട്ട് പൂർണ്ണമായി സഹകരിക്കണമെന്നുള്ള ഡയറക്ഷനും പ്രതാപന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ഇവർ പറയുന്നത് അന്വേഷണത്തോട് യാതൊരു വിധത്തിലുള്ള സഹകരണവും പ്രതാപൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 2024 ഫെബ്രുവരി 28 തന്നെ ഹൈക്കോടതിയിൽ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേരള സർക്കാരിന്, GSTക്ക് വേണ്ടി കേരള സർക്കാർ. അപ്പോൾ അതിനുശേഷം ഇവർക്ക് അവിടെ വക്കീലല്ലല്ലോ, ഗവൺമെൻറ് ആണെങ്കിൽ ഏത് സമയത്തും അവിടെ വക്കീലുണ്ടാവുക. അപ്പോൾ ഇവർക്ക് വക്കീലില്ല. ഇവരുടെ പൂട്ടിപ്പോയ ഓഫീസിലേക്ക് കത്തയച്ചു, അതിൻ്റെ രണ്ടാമത് കത്തയച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ വാദം നടക്കുന്നത് ഒക്ടോബർ മാസമാണ്. ഒക്ടോബർ 14 ഇവരുടെ വാദം നടന്നിട്ടുണ്ടായിരുന്നത്. ഒക്ടോബറിൽ പിന്നെ 11 നവംബർ 7 മാറ്റുന്നു. നവംബർ 7 നിന്ന് നവംബർ 28 മാറ്റുന്നു. 28 നിന്നാണ് ഇപ്പോൾ 18 മാറ്റിയിരിക്കുന്നത്. 20 ദിവസത്തിന് ശേഷമാണ് മാറ്റിയിരിക്കുന്നത്. എന്നാൽ ഈ കേസ് ബിച്ചു കുര്യൻ സാറിൻ്റെ ബെഞ്ചിലായിരുന്നു നടന്നിരുന്നത്. പക്ഷേങ്കിൽ നമുക്കറിയാം ഡിസംബർ മാസത്തിലെ ട്വിസ്റ്റ്, ട്രാൻസ്ഫർ, ഷഫിൾ, റോസ്റ്റർ ചേഞ്ച് അതൊക്കെ വന്നതുകൊണ്ട് ഇത് വീണ്ടും VG അരുൺ സാറിൻ്റെ ബെഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നാളെ അറിയാം എന്താണ് GSTക്ക് വേണ്ടി, എന്താണ് GSTയുടെ ആവശ്യം. ഈ 450 കോടിയുടെ ബാധ്യതകൾ തീർക്കണമെന്നാണോ? 450 കോടി എന്ന് പറയുന്നത് 3000 കോടിയുടെ 18%. 3000 ഇല്ല, 2900 സംതിങ് ആണ്. അപ്പോൾ 3000 കോടിയോളം രൂപയുടെ 18% ഇവർ നിർബന്ധമായും GST അടക്കണം. ഇവരുടെ ഡിജിറ്റൽ ID എന്നത് ഇവരുടെ ഒരു പ്രൊഡക്റ്റ് ആണെന്നും ആ പ്രൊഡക്റ്റ് വിൽപ്പനയിലൂടെ ഇവർ ലാഭം വിതരണം ചെയ്യുന്നുണ്ടെന്നും അത് ഒരു പ്രൊഡക്റ്റ് എന്ന രീതിയിലാണ് ഇവർ കൺസിഡർ ചെയ്യുന്നതെന്നും ഇത് വാങ്ങുന്നവർക്കും ഇത് വിൽക്കുന്നവർക്കും എല്ലാവർക്കും തന്നെ ലാഭമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇതിന് നിർബന്ധമായും GST അടയ്ക്കേണ്ടതുണ്ട് എന്നുമാണ് GST വകുപ്പിൻ്റെ വാദം. അപ്പോൾ നമുക്കത് നാളെ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ലീഡർമാരെല്ലാവരും തന്നെ പെട്ടിട്ട് ആണുള്ളത്. ഫേം ഉണ്ടാക്കിയ എല്ലാ ലീഡർമാരിലേക്കും ഈ അന്വേഷണം എത്തും എന്നുള്ളതാണ്. ഫേം ഉണ്ടാക്കിയ ലീഡർമാരുടെ എല്ലാവരുടെയും ഈ അന്വേഷണം എത്തും. അതുപോലെ തന്നെ
വരുമാനമുണ്ടാക്കിയ എല്ലാ ലീഡർമാരെയും 10 ലക്ഷത്തിന് മേലെ വരുമാനമുണ്ടാക്കിയ, 5 ലക്ഷത്തിന് മേലെ വരുമാനമുണ്ടാക്കിയ, ഇൻകം ടാക്സ് ഫയൽ ചെയ്യാത്ത എല്ലാവരെയും തേടി 2 വർഷത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ഈ ഇൻകം ടാക്സിൻ്റെ നോട്ടീസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട്. കുറച്ച് വൈകിയാണെങ്കിലും ഇതൊക്കെ ഒന്നിച്ച്, ഒരു ഭാഗത്ത് GST, ഒരു ഭാഗത്ത് ED, ഒരു ഭാഗത്ത് ബഡ്സ് അതോറിറ്റി. എൻ്റെ എന്താണല്ലേ പാവം സീന മാഡം. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് വന്നാൽ പോലെ, ഇതെല്ലാം കൂടി മൊട്ടയടിച്ചപ്പോൾ കല്ല് മഴ പെയ്തുന്ന പോലെയാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും മറ്റ് അന്വേഷണങ്ങൾ ഒക്കെ ആയിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ഈ കോടതി. അതുകൊണ്ട് അവർക്ക് ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നാണ് അവരുടെ പരാതി. എന്നോടൊക്കെ പറഞ്ഞതാണ്, അവർക്ക് ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അർജൻറ്റായിട്ടൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ എങ്കിൽ ഇങ്ങനെ 4 ഭാഗത്തും ഓരോ ദിവസവും ഓരോ കോടതിയാണ്. അപ്പോൾ എന്താണ് ചെയ്യുക? ഞാൻ പറഞ്ഞു, നിങ്ങളാകെ വക്കാലത്തല്ലേ ഒപ്പിട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങളെന്തിനാണ് ഈ കോടതിൻ്റെ വഴിയൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. മുന്നോട്ടുള്ള നടപടികളുടെ അഡ്മിന്മാർ തന്നെയുണ്ട് 10-20 ആൾ. അവർ തന്നെ ഉണ്ടല്ലോ നിങ്ങളെ സഹായിക്കാൻ. നിങ്ങൾക്ക് വെറും വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്താൽ പോരെ. നിങ്ങൾ ഓപ്പറേഷനൊക്കെ ധൈര്യമായിട്ട് ഓപ്പറേഷനൊക്കെ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് വാ എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ എന്തായാലും നാളെ ലൈവായിട്ട് എല്ലാവരും കാണുക. പിന്നെ സെപ്പറേറ്റ് ലിസ്റ്റ് 2 ആണ്. 12 മണിക്ക് ശേഷമാണ് ഈ കേസ് നാളെ കോടതിയിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് 5, 1, 2, 3, 4, 5ാമത്തെ സിറ്റിംഗ് ആണ് ഈ കേസിൻ്റെത്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ നാളെ നിങ്ങളുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുന്ന, സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യുന്ന വിധിയും നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെയാണ് ഉണ്ടാവാൻ എല്ലാ ചാൻസും നാളെയാണ്. അപ്പോൾ ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട്. ഇതൊക്കെ എന്താണ് അല്ലേ? അഭിലാഷ് സാർ പറഞ്ഞതുപോലെ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികളുടെ കേസുകൾ അവസാനിക്കുന്നത് 10-15 വർഷം കഴിഞ്ഞാണ്. അഭിലാഷേ, എന്താ ചെയ്യുക? ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കമ്പനി എന്നൊക്കെ എത്ര വട്ടം നമ്മളെ എന്താണ് അയ്യൂബ് സാർ പറഞ്ഞു തന്നു. സാമ്പത്തിക കുറ്റമെന്നോ തെറ്റെന്നോ പറയില്ല. പ്രതിസന്ധി ഒരു പ്രതിസന്ധിയാണ്.